Welcome to the pre-release event of Rekha Chitram and Asikയുടെ ഒരു ഫാൻസ് മീറ്റ്. അപ്പം വേദി ഇനി 3 പേർക്കുമായിട്ട് ഞാൻ ഒന്ന് വിട്ടുതരികയാണ്. യു ക്യാൻ ഹാവ് എ കോൺവെർസേഷൻ. ഇക്കാന്റെ ഫാൻസ് ഉണ്ട്, നമ്മൾ വെൽ വിഷേഴ്സ് എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പം ലെറ്റ് മീ ടേക്ക് എ സ്റ്റെപ്പ് ബാക്ക്. താങ്ക് യു സോ മച്ച്. എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സന്തോഷമുള്ളൊരു നിമിഷമാണ്. കാരണം ഞാൻ ആസിഫുമായിട്ടുള്ള എൻ്റെ ഒരു ഫസ്റ്റ് അസോസിയേഷൻ എന്ന് പറയുന്നത് കൂമനായിരുന്നു. അത് നിങ്ങളെല്ലാവരും ഇരുകൈനീട്ടി സ്വീകരിച്ചു, വളരെ സന്തോഷം. അതൊരിക്കലും ഞാൻ മറക്കില്ല. പക്ഷേ അതെന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഞാൻ അതിനു മുമ്പ് ആസിഫിനെ കുറിച്ച് പല കഥകളും ഒക്കെ കേട്ടിട്ടുണ്ടെങ്കിലും അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരുന്നു. അപ്പം സിനിമയിൽ അറിയാമല്ലോ, കഥകൾക്ക് പഞ്ഞമില്ല. നേരിട്ട് എക്സ്പീരിയൻസ് ഇവിടെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാകുന്നത്. ഫസ്റ്റ് സിനിമ കഴിഞ്ഞ്, കാരണം എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഞാൻ കൂടുതലും ലാൽ സാറിൻ്റെ കൂടെ ഒത്തിരി പടം വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ഡയറക്ടേഴ്സ് ആക്ടർ എന്ന് പറയും, അദ്ദേഹത്തെ നമ്മളെല്ലാവരും വിളിക്കും. ഞാൻ അതുപോലെ വിളിക്കാൻ ആഗ്രഹിക്കുന്ന വേറൊരു ആക്ടറാണ് ആസിഫ്. ഡയറക്ടേഴ്സ് ആക്ടർ. അദ്ദേഹത്തിൻ്റെ സിനിമ കാഴ്ചപ്പാടുകളുണ്ട്, സ്ക്രിപ്റ്റിൽ അദ്ദേഹത്തിൻ്റെ സജഷൻസ് പറയും, അതെല്ലാം ഉണ്ട്. പക്ഷെ എൻഡ് ഓഫ് ദ ഡേ ആ ഡയറക്ടറിൽ ഒരു വിശ്വാസം അർപ്പിക്കുകയാണ്. അതൊരു വലിയ ഉത്തരവാദിത്തമാണ്, ഒരു സമാധാനമാണ്, സന്തോഷമാണ് ഒരു ഡയറക്ടേഴ്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് തന്നെ ആസിഫുമായിട്ട് പിന്നെ വർക്ക് ചെയ്യാൻ എന്നുള്ളത് വളരെ ആഗ്രഹമാണ്. ഒൺലി തിങ് നമുക്ക് അതിന് പറ്റിയ ഒരു സബ്ജക്റ്റൊക്കെ കിട്ടണം. അപ്പോൾ അങ്ങനെ ഒരു സബ്ജക്റ്റ് എൻ്റെ അടുത്ത് ഈയിടെ വന്നു. ഞാൻ ആസിഫിനോട് കണ്ടു, കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ എനിക്ക് അതിനു മുമ്പ് കൂമൻ ചെയ്തപ്പോഴും ഇപ്പോഴുമൊക്കെ എനിക്ക് മനസ്സിലാകുന്ന കാര്യം, ഭയങ്കര ഒരു ക്രേവിങ് ഉണ്ട് എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യണം. ഞാനിപ്പോൾ കൂമൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആണ് എൻ്റെ അസോസിയേറ്റ് അർഫാസ് എന്നോട് ആ കഥ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നല്ലൊരു ക്യാരക്ടറൈസേഷൻ, നല്ലൊരു സിനിമ. അപ്പം ഞാൻ ആസിഫിനോട് ഞാൻ പറയാൻ പറഞ്ഞു. ഞാൻ ഇപ്പോഴും അത് ഓർക്കുന്നുണ്ട്. നമ്മൾ കാന്തല്ലൂർ ആ റൂമിലിരിക്കുമ്പോൾ ആസിഫ് ഇങ്ങനെ കയറി വരുന്നു, പുറകെ അർഫാസ് കയറി വരുന്നു. ആസിഫിൻ്റെ മുഖം, ചേട്ടാ ഇടിവെട്ട് സബ്ജക്റ്റാന്ന് പറഞ്ഞ ഉഗ്രൻ ക്യാരക്ടറൈസേഷൻ. അപ്പോൾ എൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഞാൻ കണ്ടു. അപ്പോൾ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇത് ചെയ്യാനുള്ളൊരു ക്രേവിങ് ഉള്ള ഒരു ആക്ടർ. അതിനേക്കാളേറെ ഞാൻ പറയുന്നൊരു ഒരു ഇതുണ്ട്. ഞാൻ കഴിഞ്ഞൊരു ലെവൽ ക്രോസിൻ്റെ ഒരു ഇതിനകത്തുണ്ട്, ഈസ് എ ഡയറിങ് ആക്ടർ. ഇവിടെ പലരും ചെയ്യാൻ മടിക്കുന്നത് ചെയ്യാൻ തയ്യാറാകുന്ന ഒരു ഹാപ്പി ടു ബി ഹിയർ ആൻഡ് ഐ ആം ഹാപ്പി ടു വർക്ക് വിത്ത് ഹിം അഗൈൻ. താങ്ക് യു ചേട്ടാ. ശരിക്കും എനിക്ക് കൂമൻ കഴിഞ്ഞ് രണ്ടാമതൊരു വിളിക്ക് വേണ്ടി ഞാൻ ഒരുപാട് കാത്തിരിക്കുമ്പോഴാണ് ജിതുചേട്ടൻ വിളിച്ചിട്ട് ഇതിൻ്റെ ഒരു സബ്ജക്റ്റ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് 2025 ഏറ്റവും നല്ല സന്തോഷം അതിൻ്റെ ബിഗിനിങ്ങിൽ തന്നെ തന്നു. ഈ സിനിമ മിറാഷ് ഇന്നലെ അനൗൺസ് ചെയ്തു. ഷൂട്ട് ഞങ്ങൾ ഈ മാസം പകുതിയോടുകൂടി ആരംഭിക്കും. അപ്പോൾ കൂമനേക്കാളൊക്കെ ഒരുപാട് മുകളിലുള്ള വലിയൊരു നല്ല സൂപ്പർ ഹിറ്റ് സിനിമയാവട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഞങ്ങൾ ഒരു ഫാമിലി പോലെയാണ്. ജിതുചേട്ടൻ്റെ കൂടെ എപ്പോഴും ജിതുചേട്ടൻ്റെ ഒരു കംപ്ലീറ്റ് ക്രൂ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളിലും വരുന്ന ഒരു ഫാമിലി ഫീലുള്ള ഒരു ക്രൂ ഉണ്ട് അദ്ദേഹത്തിന്. അപ്പോൾ ആ കുടുംബത്തിലേക്ക് കൂമനിലൂടെ ഞാൻ കയറി. ആ വീട്ടിൽ എനിക്ക് എപ്പോഴും ഒരു സ്പേസ് ഉണ്ട്. ജിതുചേട്ടൻ എന്നോട് എപ്പോഴും പറയും, നമ്മൾ എവിടെ വെച്ചാൽ കാണുന്നത് ചോദിക്കും. അപ്പം ഞാൻ ചേട്ടാ, ഞാൻ വീട്ടിലേക്ക് വന്നാൽ കുഴപ്പമുണ്ടോ? അത് നീ അങ്ങനെ ചോദിക്കണേ, നിനക്ക് എപ്പോഴും എൻ്റെ വീട്ടിലേക്ക് വരാം, എപ്പോൾ വന്നാലും കട്ട്ലറ്റ് തരും എന്ന് എൻ്റെ അടുത്ത് പറയാറുണ്ട്. അപ്പോൾ ആ ഒരു സ്പേസ് തന്നാലും ചേട്ടാ, ഇത്ര എഫേർട്ട് ഇട്ട് ഇവിടെ വന്നതിലും എനിക്ക് ഒരുപാട് നന്ദി. ഇത് ഭയങ്കര ഫോർമലായിപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിച്ചത്. ഓക്കെ, ആക്ച്വലി ഞാൻ വരാൻ ആഗ്രഹിച്ചത് എന്നെ വിളിച്ച എനിക്കിവിടെ നവീൻ എന്നോട് ഇങ്ങനെ ചേട്ടാ ഒരു പരിപാടി ഉണ്ട് ഇട്ടിട്ട് ഉരുട്ടുക. അപ്പം ഞാനിങ്ങനെ എന്താ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, ചേട്ടനൊന്നും വരാം. ഞാൻ പറയാം, തീർച്ചയായിട്ടും ഞാൻ വരാം. അതിനെ വളരെ സന്തോഷം തോന്നുന്നുണ്ട്. എനിക്ക് വളരെ സന്തോഷമുള്ളൂ. പിന്നെ ഇനിയുണ്ട് കേട്ടോ കഥകൾ ഇവരൊക്കെ എന്നോട് ചോദിക്കുന്നു, ജോർജ് കുട്ടിയുടെ കേസ് കീരി അന്വേഷിക്കാൻ വരുമോ? അല്ല, ജോർജ് കുട്ടിയുടെ കാര്യത്തിൽ തന്നെ ഒരു തീരുമാനമായിട്ടില്ല. അതിനൊരു തീരുമാനമാകട്ടെ. പിന്നെ ഒരു കാര്യം, തീർച്ചയായിട്ടും ഞാൻ ഇതിൻ്റെ ജോഫിനുണ്ടോ അവിടെ? ആണോ? ഞാൻ ഇതിൻ്റെ പോസ്റ്റേഴ്സും ഇതുമൊക്കെ കണ്ടു, ട്രെയിലറും ഒക്കെ കണ്ടു. എനിക്ക് ഭയങ്കരമായിട്ടും ഞാനത് എക്സൈറ്റഡ് ആയി. എനിക്ക് നല്ല പ്രതീക്ഷയുള്ള ഒരു പടം. ഐ എം ഷുവർ ഇറ്റ്സ് ഗോണ ബി എ ബിഗ് ഹിറ്റ്. ഓൾ ദി ബെസ്റ്റ്. കൺഗ്രാറ്റ്സ്.
നമസ്കാരം. ഒരു നമസ്കാരം പോലും പറയാൻ പറ്റുന്ന അവസ്ഥയായിരിക്കും. അപ്പൊ അല്ല വർഷം വരും. അപ്പോ ജിത്തു ആസിഫ് എന്ന അഭിനേതാവിന്റെ പാഷനെ കുറിച്ചും പുതിയ കഥാപാത്രങ്ങൾ കണ്ടെത്താനുള്ള അതിനോടുള്ള അടങ്ങാത്ത ആഗ്രഹത്തെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ആ മേഖല ടച്ച് ചെയ്യുന്നില്ല. ഞാൻ പറയാൻ പോകുന്നത് ആസിഫിന്റെ ഒരു കുടുംബാംഗം, കൂട്ടുകാരൻ, ഒപ്പം ആസിഫ് അലിയെ വെച്ച് ഏറ്റവും അധികം സിനിമകൾ എടുത്തിട്ടുള്ള 2 സംവിധായകരിൽ ഒരാൾ എന്നുള്ള രീതിയിലാണ്. ബൈസിക്കിൾ തീവ്സ് 2013 ഞങ്ങൾ ഒന്നിക്കുന്നത്. അന്ന് മുതൽ ഞാൻ അത്ഭുതപ്പെട്ടിട്ടുള്ള ഒരു കാര്യം, ആസിഫ് അലിയോടൊപ്പം നിൽക്കുന്ന ആസിഫ് അലിയുടെ ഫാൻസ് എന്ന് ഞാൻ വിളിക്കുന്നില്ല, ഫ്രണ്ട്സ്. അതിനെക്കുറിച്ച് മാത്രമാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം അത് ഒട്ടും നിങ്ങളെ മുൻപിൽ ഇപ്പം ഇങ്ങനെ ഒരു വേദിയിൽ അത് പറഞ്ഞ് കയ്യടി മേടിക്കാൻ വേണ്ടി പറയുന്നതല്ല. ഏറ്റവും അടുത്ത് നിന്ന് കാണുന്ന ഒരാളെന്ന രീതിയിൽ ആസിഫിന്റെ എല്ലാ അവസ്ഥകളും ഏറ്റവും അടുത്ത് നിന്ന് കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അപ്പോഴൊക്കെ വിജയത്തിലും പരാജയത്തിലും അവഹേളനകളിലും ഒക്കെ ആസിഫിനോടൊപ്പം നിന്നതിന് നിങ്ങൾ അടിച്ച കയ്യടി ഒരു പ്രാവശ്യം കൂടെ നിങ്ങൾക്ക് പിടിക്കുന്ന അതൊരു ചെറിയ കാര്യമല്ല. ആസിഫ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ആസിഫ് അലി ഒരു ഗുഡ് ബുക്കാണ്. സിനിമ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, സിനിമയിൽ എന്തെങ്കിലും ആകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, അവർക്ക് മാത്രമല്ല, ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ ലെവലിൽ ഒന്ന് ശ്രദ്ധിക്കപ്പെടണമെന്നോ സ്വന്തമായിട്ടൊരു മാർക്ക്, ഒരു അടയാളം ഉണ്ടാക്കണം ജീവിതം കൊണ്ട് എന്ന് ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു ഗുഡ് ബുക്കിന്റെ പേരാണ് ആസിഫ് അലി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അതിനൊന്നാമത്തെ കാര്യം അദ്ദേഹം ആൾക്കാരെ ഡീൽ ചെയ്യുന്ന രീതി. ഇപ്പൊ എന്റെയൊക്കെ അടുത്തേക്ക് ഒരാൾ പരിചയപ്പെട്ട് വരുമ്പോൾ ഞാൻ കീറി മുറിച്ച് പരിശോധിച്ചിട്ടാണ് ഒരാളെ എന്റെ സ്നേഹിതനാക്കുന്നത്. ആസിഫ് അലി അങ്ങനെയല്ല. വരുന്നതെല്ലാം എടുക്കും, എന്നിട്ട് ആസിഫിന്റെ ഒരു രീതിയിലേക്ക് അവരെ മാറ്റുകയാണ് ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു വല്ലാത്ത മാജിക് ബുക്കാണ് ആസിഫ്. അപ്പോൾ അതൊരു ഞാൻ പറഞ്ഞില്ലേ, ഒരു ഗുഡ് ബുക്ക് എന്ന് പറയാൻ കാരണം അതൊരു നല്ല ആക്ടർ എന്നതിനപ്പോൾ ഒരു നല്ല മനുഷ്യൻ. നമുക്കറിയാം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു വലിയ ഒരു സിറ്റുവേഷൻ, ഒരു ചെറു പുഞ്ചിരി കൊണ്ട് പോലും അല്ലേ, നമ്മൾ ആ പുഞ്ചിരിയാണ് നമ്മുടെ ഈ കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ പുഞ്ചിരികൾ എന്നും നമ്മുടെ ചുണ്ടിൽ ഉണ്ടാവട്ടെ, എന്നും അത് സമാധാനം കൂടുതലാക്കി ഉണ്ടാക്കട്ടെ, എന്നും ഇപ്പോൾ ഉള്ള സ്നേഹത്തെക്കാൾ കൂടുതൽ സ്നേഹത്തോടു കൂടി ആസിഫ് അലിയെ നിങ്ങൾ പറ്റിപ്പിടിച്ച് നിൽക്കട്ടെ എന്ന് ഒരുപാട് പ്രാർത്ഥിക്കുന്നു. സോ മച്ച്. അപ്പം എന്തായാലും രേഖാചിത്രത്തിന്റെ ഡയറക്ടർ ആയിട്ടുള്ള ജോഫിൻ സാർ